ഇന്ന് നമ്മൾ ലാസറസ് സീരീസിന്റെ എപ്പിസോഡ് 2 ആൻഡ് 3 ആണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ജോയൽ ജൊനാഥനെ കണ്ടു. ഇനി ഈ എപ്പിസോഡ്സിൽ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മരിച്ചുപോയ അച്ഛനെ വീണ്ടും നേരിട്ട് കണ്ട ജോയലിനാകെ പ്രാന്ത് പിടിച്ചതുപോലെയാകും. എന്നിട്ട് അവൻ താൻ തിരിച്ച് തന്റെ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജെന്നയ്ക്കൊരു കത്തെഴുതി വെച്ച് അവൻ അവിടുന്ന് പോകും. പക്ഷെ ജൊനാഥൻ കസാൻഡ്രയെ പോലെ കൊല്ലപ്പെട്ട ആൾക്കാരെ ഇനിയും നിനക്ക് കാണേണ്ടി വരുമെന്ന് പറഞ്ഞ ആ വാക്ക് ജോയലിന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടാകും. അങ്ങനെ അവൻ തിരിച്ചവന്റെ വീട്ടിലേക്ക് പോകാതെ നേരെ ജെന്നയുടെ അടുത്തേക്ക് തന്നെ പോകും. ജോയൽ എഴുതിയ ലെറ്റർ കണ്ട ജെന്ന അവനോട് കാര്യം എന്താണെന്ന് ചോദിക്കും. ജോയൽ പറയും, ഞാൻ ഇവിടെ എത്രത്തോളം നിൽക്കുന്നോ അത്രത്തോളം എനിക്ക് പ്രാന്ത് പിടിക്കുകയാണ്. അതുകൊണ്ട് പോകാമെന്ന് തീരുമാനിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്കെന്തോ നമ്മളുടെ അച്ഛന്റെ മരണത്തെ പറ്റി എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നുണ്ട്. അച്ഛന്റെ സൂയിസൈഡ് നോട്ട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ എപ്പോഴും എന്ത് എഴുതുമ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യാറ്. എന്നാൽ ആ സൂയിസൈഡ് നോട്ടിൽ അതിന് പകരം സ്മോൾ ലെറ്റേഴ്സ് ആണ് ഞാൻ കണ്ടത്. അപ്പോൾ ജെന്ന പറയും, ചിലപ്പോൾ ആ സമയത്ത് അച്ഛൻ ആ കാര്യമൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ നമ്മൾക്ക് കിട്ടിയ അച്ഛന്റെ സൂയിസൈഡിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് പോലെ. എനിക്ക് തോന്നുന്നത് അതിന്റെ ആദ്യത്തെ പോർഷൻ എവിടെയോ മിസ്സായി എന്നാണ്. പക്ഷെ പോലീസിന് ആകെ അരിച്ചു പെറുക്കിയിട്ട് കിട്ടിയത് ഇത് മാത്രമാണ്. അച്ഛന്റെ ബോഡി ആദ്യം കണ്ടതാരാ? പോലീസോ അതോ മാർഗട്ടോ? അപ്പോൾ ജെന്ന മാർഗട്ട് എന്ന് പറയും. ഇനി ചിലപ്പോൾ സൂയിസൈഡ് നോട്ടിന്റെ ഫസ്റ്റ് പേജ് മാർഗോട്ട് ആരും കാണാതെ എടുത്തു വെച്ചതാണെങ്കിലോ? അപ്പോൾ ജെന്ന അവർ എന്തിനെ അങ്ങനെ ചെയ്യണമെന്ന് തിരിച്ചു ചോദിക്കും. ജോയൽ പറയും, എന്തോ എനിക്കറിയില്ല, പക്ഷേ ഒന്നുറപ്പാണ്, ആ സൂയിസൈഡ് നോട്ടിൽ എന്തൊക്കെയോ അപാകതകളുണ്ട്. അടുത്ത സീനിൽ ജോയൽ സെത്തിനെ കാണാൻ പോകുന്ന വഴി ഏഡനെ അവന്റെ സ്കൂളിലെ കുട്ടികൾ ബുള്ളിങ് ചെയ്യുന്നത് കാണും. അത് കണ്ട് ജോയൽ ആ കുട്ടികളെ അവിടുന്ന് ഓടിച്ചിട്ട് ഏഡനെയും കൂട്ടിയിട്ട് അവിടെ പോകും. അതിനുശേഷം ജോയൽ നേരെ സെത്തിന്റെ അടുത്തേക്ക് പോകും. ജോയൽ സെത്തിനോട് പറയും, അച്ഛന്റെ സൂയിസൈഡ് നോട്ടിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എന്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ആസ് എ സൈക്കാട്രിസ്റ്റ് അച്ഛൻ എപ്പോഴും അദ്ദേഹത്തിന്റെ പേഷ്യൻസിനോട് ലൈഫിൽ ഫൈറ്റ് ചെയ്യണമെന്നാണ് പറയാറ്. അങ്ങനെ ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ അച്ഛന്റെ ഫോറൻസിക് ടെസ്റ്റ് പരിശോധിച്ചിട്ട് അതിൽ അച്ഛന്റെ സ്കിന്നിൽ ഗൺ പൗഡർ ഉണ്ടായിരുന്നു എന്ന് ചെക്ക് ചെയ്യണം. ഗൺ പൗഡർ ഇല്ലെങ്കിൽ അച്ഛനെ ആരെ കൊന്നതാണെന്ന് അർത്ഥം. സെത്ത് പറയും, ഫോറൻസിക് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ സൂയിസൈഡ് ചെയ്തത് കൊണ്ട് തന്നെ റിപ്പോർട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. കൊലപാതകമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റിപ്പോർട്ട് കിട്ടിയേനെ. മാത്രമല്ല ഒരുപാട് കൊലപാതക കേസ് അവർക്ക് ഇപ്പോഴും പെൻഡിങ് ഉണ്ട്. അതിന്റെ ഇടയിൽ സൂയിസൈഡ് കേസിന് അവർ അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കില്ല. അല്ല, അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛനെ ആര് കൊല്ലാനാ? നീ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് കൂട്ടണ്ട എന്ന് പറഞ്ഞിട്ട് സെത്ത് അവിടുന്ന് പോകും. പക്ഷെ ജോയൽ അത് വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം ജോയൽ കസാൻഡ്ര ഇനിയും വരുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജൊനാഥന്റെ ഓഫീസിൽ പോയിട്ട് മുമ്പ് അവൻ ചെയ്തതുപോലെ ചെയറിൽ ഇരുന്ന് കണ്ണടക്കും. പക്ഷെ അവിടെ ആരും വരില്ല. അങ്ങനെ ജോയൽ ഓഫീസിൽ നിന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എന്തോ സൗണ്ട് കേൾക്കും. പോയി നോക്കുമ്പോൾ ജോയൽ കാണുന്നത് കസാൻഡ്രയും അവളുടെ ബോയ് ഫ്രണ്ട് ആയ നീലിനെയുമായിരിക്കും. എന്നാൽ കസാൻഡ്രയും നീലുമാകട്ടെ ജോയലിനെ ജൊനാഥൻ എന്ന രീതിയിലായിരിക്കും കാണുക. ഇവർ എന്തുകൊണ്ട് തന്നെ ജൊനാഥനായിട്ട് കാണുന്നത് എന്ന് ജോയൽ ചിന്തിക്കും. കസാൻഡ്രയുടെ നീലിന്റെയും റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ വേണ്ടി കപ്പിൾ കൗൺസിലിങ്ങിന് വന്നതാണ് അവർ. നീല് ജോയലിനോട് പറയും, ഡോക്ടർ, എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇടയ്ക്ക് ഇവളുടെ പെരുമാറ്റം കാണുമ്പോൾ ഇവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഇവളുടെ സ്വഭാവം ഇങ്ങനെ ആകാൻ കാരണം ഇവളുടെ അമ്മ ഒരാളാണ്. അവർ ഇവളെ വളർത്തി വഷളാക്കിയത് കൊണ്ടാണ് ഇവളുടെ സ്വഭാവം ഇങ്ങനെയായി പോയത്. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ അമ്മ പൈസക്ക് വേണ്ടിയിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട് വർക്ക് വരെ ചെയ്യാറുണ്ട്. എന്നാൽ കസാൻഡ്രക്ക് അതൊട്ടും ഇഷ്ടപ്പെടില്ല. അവൾ അങ്ങനെ ഒന്നുമില്ല എന്ന് പറയും. ജോയൽ നീലിനോട്, നിനക്ക് വല്ലാതെ സ്ട്രെസ് വരുമ്പോൾ ഒരു സ്പേസ് വേണമെന്ന് നീ ആഗ്രഹിക്കുമ്പോൾ നീ എവിടേക്കായിരിക്കും പോകുക എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ഇന്ത്യയിലേക്കായിരിക്കും പോകുക. അവിടെയാകുമ്പോൾ ലിവിങ് കോസ്റ്റും കുറവാണ്, അടിച്ചു പൊളിച്ച് ജീവിക്കാം, ആരും നമ്മളെ അന്വേഷിച്ച് വരാനും പോകുന്നില്ല. അത് കേട്ട കസാൻഡ്ര, നിനക്കൊരിക്കലും ഞാനില്ലാതെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ആര് പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന്? എനിക്ക് നീ ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, പക്ഷെ ഞാനില്ലാതെ നീ ഇവിടെ എങ്ങനെ ജീവിക്കും? കാര്യങ്ങളുടെ പോക്ക് ഈ പറഞ്ഞതുപോലെ ആണെങ്കിൽ നീ മിക്കവാറും നിന്റെ അമ്മയെ പോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറും. നിന്നെ ഒരുത്തൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നതിൽ ഒരു അത്ഭുതവുമില്ല. ഇതൊക്കെ കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ കസാൻഡ്ര അവിടെ കിടന്നൊരു സ്റ്റാച്യു എടുത്ത് നീലിന്റെ തലക്കടിച്ചു കൊല്ലും. ഇത് കണ്ട് ജോയൽ ഞെട്ടും. പിന്നെ നോക്കുമ്പോൾ അവർ രണ്ടുപേരെയും അവിടെ കാണില്ല.
മനസ്സിലാവില്ല. ജോയലിന് സത്യം പറഞ്ഞാൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകില്ല. ആ സ്റ്റാച്യു നോക്കുമ്പോഴാണെങ്കിലോ അതവിടെ മിസ്സായിരിക്കും. ജോയൽ നേരെ വീട്ടിൽ പോയിട്ട് ജെന്നിയോട് അതേ സ്റ്റാച്യു ഉദ്ദേശിച്ചുകൊണ്ട് അച്ഛനും അമ്മയും ഹണിമൂണിന് പോയ സമയത്ത് ഒരു സ്റ്റാച്യു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് അച്ഛന്റെ ഓഫീസിലായിരുന്നില്ലേ വെച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ അത് എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ ജെന്ന എനിക്കറിയില്ല എന്ന് പറയും. അതിനുശേഷം ജോയൽ നേരെ കസാൻഡ്ര മുമ്പ് നിന്ന് വീട്ടിൽ പോയിട്ട് അവിടെയുള്ള അന്ന് കണ്ട ആളോട് നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് കസാൻഡ്രയുടെ സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കും. കുറച്ച് സാധനങ്ങളൊക്കെ മുകളിലുണ്ട്, എനിക്കതൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അയാൾ പറയും നീ ആരാണെന്നും എന്താണെന്നും എനിക്കറിയില്ല, അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് എന്റെ വീടിന്റെ അകത്തേക്ക് കയറ്റും. ശരി, ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ കാറിന്റെ കീയും വാലറ്റും നിങ്ങളുടെ കയ്യിൽ തരാം, ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ മാത്രം എനിക്കത് തിരിച്ചു തന്നാൽ മതി. അങ്ങനെ അയാൾ ജോയലിനെ അകത്തേക്ക് കയറ്റും. വീടിന്റെ അകത്തേക്ക് കയറിയ ജോയൽ ആ സ്റ്റാച്യു അവിടെ കാണും. ജോയൽ അയാളോട് ഈ സ്റ്റാച്യു കസാൻഡ്രയുടേതാണോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ അതെ, ഇത് മുകളിൽ ഉണ്ടായിരുന്നതാണ്, എന്റെ വൈഫിന് ഇത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ഇത് താഴേക്ക് കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ അവർ മുകളിലേക്ക് കയറും. ആ സമയം ജോയൽ അവിടെ വേറെ ഒരു ചുമര് കാണും. അത് കണ്ട ജോയൽ ഇത് കസാൻഡ്ര ചെയ്ത് വെച്ചതാണോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ അതെ, ഇതിന്റെ നടുഭാഗം ഇഷ്ടിക കൊണ്ടും ബാക്കി ഭാഗം പ്ലാസ്റ്റിക് ബോർഡും കൊണ്ടാണ് അവൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ജോയൽ ആ വാളിന്റെ പിറകിൽ എന്തോ ഉണ്ടെന്ന് സംശയം തോന്നിയിട്ട് അത് പൊളിക്കാൻ നോക്കും. അപ്പോൾ കൂടെയുള്ളവൻ എടോ താൻ എന്ത് പണിയാ കാണിക്കുന്നേന്ന് പറഞ്ഞ് ജോയലിനെ പിടിച്ചു മാറ്റാൻ നോക്കും. എന്നാൽ അപ്പോഴേക്കും ജോയൽ ആ വാളിന്റെ കുറച്ച് ഭാഗം നശിപ്പിച്ചിട്ടുണ്ടാക്കും. അന്നേരം അയാൾക്കും ആ വാളിന്റെ പിറകിൽ എന്തോ ഉണ്ടെന്ന് തോന്നും. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പെട്ടെന്നൊരു സ്കെൽട്ടൺ പുറത്തേക്ക് വരും. അത് കണ്ട് അവർ രണ്ടുപേരും ഞെട്ടും. അതിനുശേഷം പോലീസും ഫോറൻസിക് ഒക്കെ വന്ന് ആ സ്കെൽട്ടൺ അവിടുന്ന് കൊണ്ടുപോകും. അതിനുശേഷം ആലിസൺ ജോയലിനോട് നീ എന്തിനാ കസാൻഡ്രയുടെ വീട്ടിലേക്ക് പോയതെന്ന് ചോദിക്കും. അതിന് മറുപടിയായിട്ട് ജോയൽ പോയതിന്റെ യഥാർത്ഥ കാരണം മറച്ചു വെച്ചുകൊണ്ട് അച്ഛന്റെ പേഷ്യന്റ് ആയിരുന്നു കസാൻഡ്ര. കുറച്ച് ദിവസം മുമ്പ് ഞാൻ അച്ഛന്റെ ഓഫീസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവളുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽ എനിക്ക് കിട്ടുകയുണ്ടായി. അങ്ങനെ അത് വായിച്ച് ക്യൂരിയോസിറ്റി ആയത് കൊണ്ടാണ് അവളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയത്. ഇനി ചിലപ്പോൾ ആ സ്കെൽട്ടൺ കസാൻഡ്രയുടെ ബോയ് ഫ്രണ്ട് നീലിന്റെ ആണെങ്കിലോ, കാരണം കസാൻഡ്രയുടെ മരണത്തിന് ശേഷം പിന്നീട് അവനെ ആരും കണ്ടില്ല എന്ന് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് നീലിന്റെ സ്കെൽട്ടൺ ആണെങ്കിൽ അതിന്റെ അർത്ഥം കസാൻഡ്രയെ കൊന്നത് നീലല്ല, വേറെ ആരോ ആണെന്നാണ്. ആലിസൺ പറയും അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ വരട്ടെ, നമ്മൾക്ക് ഇപ്പോഴും അറിയില്ല അത് ആരുടെ സ്കെൽട്ടൺ ആണെന്ന്. ശേഷം ജോയൽ നടന്നു പോകുമ്പോൾ സെത്ത് വന്നിട്ട് അവനോട് കാറിൽ കയറാൻ പറയും. എന്നിട്ട് സത്യം പറ, നീ എങ്ങനെ അവിടെ എത്തിയത്, ആ ബോഡി എങ്ങനെ നീ അവിടെ കണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ജോയൽ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് ബാറിൽ പോകും. ബാറിൽ എത്തിയതിനു ശേഷം ജോയൽ താൻ ഇങ്ങനെ മരിച്ചുപോയ കസാൻഡ്രയും ജോനാഥനെയും കണ്ട കാര്യം സെത്തിനോട് പറയും. അതൊക്കെ കേട്ട സെത്ത് ഒന്നും മനസ്സിലാകാതെ നീ എന്താ പിച്ചും പെയ്യും പറയുകയാണോ എന്ന് ചോദിക്കും. ജോയൽ ഉറപ്പിച്ച് പറയും അല്ല, കസാൻഡ്രയ്ക്ക് ഇപ്പോഴും അറിയില്ല അവൾ മരിച്ച കാര്യം, അതുകൂടാതെ അച്ഛനാണെന്ന് വെച്ചാണ് അവർ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പോൾ സെത്ത് എന്നിട്ട് നീ നിന്റെ അച്ഛനല്ല എന്ന് അവളോട് പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, പകരം ഞാൻ എന്റെ അച്ഛനായിട്ട് തന്നെ അഭിനയിച്ചു. കാരണം ഞാൻ ചിന്തിച്ചത് ചിലപ്പോൾ എന്റെ അച്ഛന്റെ മരണകാരണം കണ്ടുപിടിക്കാൻ എന്നെ അവൾക്ക് സഹായിക്കാൻ പറ്റിയാലോ എന്നാണ്. അപ്പോൾ സെത്ത് എന്നിട്ട് അവൾ നിന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിക്കും. ഇല്ല, അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റിയും അതുപോലെ അവളെ ഫോളോ ചെയ്യുന്ന സ്റ്റോക്കറിനെ പറ്റിയും അങ്ങനെ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, നീ അച്ഛനെ കണ്ടു എന്നല്ലേ പറഞ്ഞത്, അച്ഛൻ നിന്നോട് ആരാ അവരെ കൊന്നതെന്ന് പറഞ്ഞോ? അപ്പോൾ ജോയൽ ഇല്ല എന്ന് മറുപടി കൊടുക്കും. അത് കേട്ട് സെത്ത് എന്നാൽ വാ നമ്മൾക്ക് ആ ഓഫീസിലേക്ക് ഒന്നും കൂടി പോകാം, എന്നിട്ട് നോക്കാം ഇന്നും നിന്റെ അച്ഛൻ വരുമോ എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ജോനാഥന്റെ ഓഫീസിലേക്ക് പോകും. ജോയൽ സെത്തിനോട് നീലിനെ ഇവിടെ വെച്ചാണ് കസാൻഡ്ര കൊന്നതെന്ന് പറയും. സെത്ത് പറയും അപ്പോൾ നീ പറഞ്ഞു വരുന്നത് 25 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ നീ ഇന്നലെ റിയൽ ആയിട്ട് കണ്ടു എന്നാണോ? അതെ, എനിക്കറിയാം ഞാൻ ഈ പറയുന്നത് ശരിക്കും മണ്ടത്തരമാണെന്ന്, കേൾക്കുന്നയാളൊക്കെ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കുകയുള്ളൂ, പക്ഷെ ഞാൻ കണ്ട കാര്യമാണ് നിന്നോട് ഈ പറയുന്നത്. അപ്പോൾ സിത്ത് ഓക്കെ ശരി, എന്തായാലും നമ്മൾക്ക് നോക്കാം ഇന്ന് ആരെങ്കിലും വരുമോ എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ആരെങ്കിലും വരുമോ എന്ന് നോക്കിയിരിക്കും, പക്ഷെ ആരും വരില്ല. ആരെയും കാണാത്തത് കൊണ്ട് തന്നെ സെത്ത് ജോയലിനോട് ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അതേസമയം ജോയൽ കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക് കഴിച്ച് പെട്ടെന്ന് ഉറങ്ങിപ്പോകും. ആ സമയം അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് താഴേക്ക് വീഴാൻ പോകുമ്പോൾ ജോനാഥൻ അത് പേടിച്ചുകൊണ്ട് പറയും നീ ഇങ്ങനെ മരിച്ചുപോയ ആൾക്കാരെ കണ്ടു എന്ന് എല്ലാവരോടും
പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിനക്ക് ഭ്രാന്താണെന്ന് വിചാരിച്ച് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നാക്കും. അച്ഛാ, നിങ്ങൾ ഇതെങ്ങനെ ഇവിടെ? ഞങ്ങൾ നിങ്ങളെ അടക്കം ചെയ്തതാണല്ലോ, പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ? അപ്പോൾ ജൊനാഥൻ നിനക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നേ എന്ന് ചോദിക്കും. ജോയൽ പറയും, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ എന്തായാലും എബ്നോർമൽ അല്ല, എന്നെ ആരും പേഷ്യന്റ് ആയിട്ട് കാണേണ്ട. അച്ഛൻ ആരാ കൊന്നത്? അപ്പോൾ ജൊനാഥൻ എനിക്കറിയില്ല എന്ന് പറയും. അച്ഛന്റെ സൂയിസൈഡ് നോട്ടിൽ ഇറ്റ്സ് നോട്ട് ഓവർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അത് അച്ഛൻ സട്ടനെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയതാണോ? അതേസമയം ജോയൽ ആരോടോ സംസാരിക്കുന്നത് കേട്ട സെത്ത്, ജോയൽ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അന്നേരം ജോയൽ ജൊനാഥനെ നോക്കുമ്പോൾ അവിടെ ജൊനാഥൻ ഉണ്ടാകില്ല. ആ സീൻ അവിടെ കട്ടാകും. പിറ്റേ ദിവസം സെത്ത് ആലിസിനോട് ഫോറൻസിക് ആ സ്കെൽട്ടൻ നീലിന്റെ ആണെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടെന്ന് പറയും. മറുഭാഗത്ത് ജോയൽ സാമിനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് പോകും. അവിടെ എത്തിയ ജോയൽ സാമിനെ വിളിക്കും, പക്ഷെ അവിടെ ആരെയും കാണില്ല. അങ്ങനെ ജോയൽ സാമിന്റെ വീടിന്റെ അകത്തേക്ക് കയറി നോക്കുമ്പോഴുണ്ടാകും അവിടെ ഒരു റൂമിൽ സട്ടന്റെ സ്റ്റഫ്ഡ് ഡോഗ്. ജോയൽ അത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ പിറകിലൂടെ വന്ന് സാം അവനെ ഒന്ന് തൊടും. അപ്പോൾ ജോയൽ പേടിച്ച് അവിടുന്ന് ഓടിയിട്ട് നിലത്തേക്ക് വീഴും. ജോയൽ സാമിനോട് ഐ ആം സോറി, ഞാൻ നീ ഇവിടെ ഉണ്ടോന്ന് നോക്കാൻ വന്നതാണ്, ഞാൻ ഡോർ നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ട് ആരെയും കാണാത്തത് കൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറിയതെന്ന് പറയും. അതിനുശേഷം അവർ അവിടെ ഇരുന്ന് സംസാരിക്കും. സാം പറയും, ഞാൻ ആദ്യമായിട്ട് സട്ടനെ കാണുന്നത് ചെറുപ്പത്തിലായിരുന്നു, അവൾക്കൊരു ഡോഗും ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ ഡോഗിനെ പെട്ടെന്ന് കാണാതായി. അവസാനം ഞാനാണ് ആ ഡോഗിനെ കണ്ടുപിടിച്ച് കൊടുത്തത്. അതിന്റെ സന്തോഷത്തിലാണ് അവൾ എനിക്ക് ആ സ്റ്റഫ്ഡ് ഡോഗ് ഗിഫ്റ്റ് ആയിട്ട് തന്നത്. അപ്പോൾ ജോയൽ, പക്ഷെ സട്ടൻ മരിച്ച സമയത്ത് നീ ആ ഭാഗത്ത് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് മാത്രമല്ല ഏതോ ഒരു പെൺകുട്ടിയുടെ അണ്ടർ ഗാർമെന്റ് നിന്റെ റൂമിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു കേസും കൂടി നിന്റെ പേരിൽ ഉണ്ടായിരുന്നില്ലേ? അത് കുറെ നാൾ മുമ്പാണ്, അന്നേരം ഞാൻ ചെറുതായിരുന്നു. ആ പ്രായത്തിൽ എല്ലാവർക്കും ഓരോ ചുറ്റിക്കളി ഉണ്ടാകുമല്ലോ, നിനക്കും ഉണ്ടായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് സട്ടൻ മരിച്ച ആ ദിവസം നിന്നെ ആ പരിസരത്തൊക്കെ കാണാൻ ഇടയായത്? അപ്പോൾ സാം പറയും, എനിക്ക് സട്ടനോട് പണ്ട് മുതലേ ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു, പക്ഷെ അത് തുറന്നു പറയാൻ പേടിയായിരുന്നു എനിക്ക്. പിന്നീട് ആ ദിവസം സട്ടൻ നൈറ്റ് ഔട്ടിന് പോകുന്നതിന് മുമ്പ് അവളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അവളുടെ കാർ പഞ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവൾ വരുന്നതും കാത്തു നിന്നു. പക്ഷെ അവൾ അന്ന് അവളുടെ ബോയ് ഫ്രണ്ട് ബില്ലിയുടെ വണ്ടിയിലാണ് പോയത്. ആ സമയം അവളും ബില്ലിയും തമ്മിൽ എന്തൊക്കെയോ വഴക്കിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോയൽ, അതിനുശേഷം നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയോ എന്ന് ചോദിക്കും. പോലീസുകാരെ പോലെ എന്നോട് ചോദ്യം ചെയ്യാനാണ് നിന്റെ ഭാവമെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാം. അപ്പോൾ ജോയൽ, എങ്കിൽ ശരി, പക്ഷേ സട്ടന്റെ ആ സ്റ്റഫ്ഡ് ഡോഗ് എനിക്ക് തരാമോ എന്ന് ചോദിക്കും. അങ്ങനെ സാം അതെടുത്ത് കൊടുക്കും. അവിടെ നിന്നിറങ്ങി ജോയൽ നേരെ ജൊനാഥന്റെ ഓഫീസിലേക്ക് പോകും. അപ്പോൾ നോക്കുമ്പോഴുണ്ടാകും ഓഫീസിൽ സട്ടന്റെ ആത്മാവ്. ഇവിടെ വെച്ച് ഈ സീരീസിന്റെ എപ്പിസോഡ് 2 കഴിയും. എപ്പിസോഡ് 3യുടെ സ്റ്റാർട്ടിങ്ങിൽ സട്ടനെ ആയിരിക്കും കാണിക്കുക. അവളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാകും. ആ ബുക്ക് ഒന്ന് നോട്ട് ചെയ്തോ. സാം അന്ന് സട്ടൻ ഒരു നൈറ്റ് ഔട്ടിന് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ശരിക്കും അവൾ ഒരു പാർട്ടിക്കായിരുന്നു അന്ന് പോയത്. ആ പാർട്ടിയിൽ സട്ടൻ മാത്രമല്ല, ജോയൽ, ജെന്ന, ബില്ലി, ബെല്ല, അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അന്ന് പാർട്ടിക്കിടയിൽ എന്തോ ഒരു സിറ്റുവേഷൻ കൊണ്ട് സട്ടന് പെട്ടെന്ന് വീട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പോഴായിരുന്നു അവളുടെ മരണം സംഭവിച്ചത്. ജൊനാഥന് തന്റെ മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് സട്ടൻ ആയതുകൊണ്ട് തന്നെ ജോയലിനോട് അവളെ പാർട്ടിക്കിടയിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ജോയൽ ആവട്ടെ പാർട്ടിക്കിടയിൽ ബെല്ലയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ മുഴുകിപ്പോയി. അതുകൊണ്ട് തന്നെ സട്ടൻ പാർട്ടിക്കിടയിൽ എപ്പോൾ പോയി, എന്തിനു പോയി, അങ്ങനെ ഒന്നും തന്നെ അവൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ സട്ടന്റെ മരണത്തിന് കാരണം ജോയലിന്റെ അശ്രദ്ധയാണെന്ന് പറഞ്ഞിട്ട് ജോയലിനെ വല്ലാതെ ജൊനാഥൻ കുറ്റപ്പെടുത്തി. ആ ഒരു കുറ്റബോധം ജോയലിനെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. ജോയൽ സട്ടനോട് സങ്കടത്തിൽ, തെറ്റെന്റെ ഭാഗത്താണ്, ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, ഞാൻ അന്ന് രാത്രി നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നീ ഞങ്ങളുടെ കൂടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ സട്ടൻ കേട്ട ഭാവം പോലും നടിക്കില്ല. ജോയലിനെ കസാൻഡ്രയൊക്കെ കണ്ടതുപോലെ ജൊനാഥനായിട്ട് അവൾ കാണുന്നുണ്ടാകും. ജോയൽ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ സട്ടൻ അന്ന് നൈറ്റ് ഔട്ടിന് പോകുമ്പോൾ ഇട്ട അതേ ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുണ്ടാകുക. അന്നേരം അവന് താനിപ്പോൾ കാണുന്നത് പാസ്റ്റ് ആണെന്ന് മനസ്സിലാകും. സട്ടൻ ജോയലിനോട്, അച്ഛാ, ഞാൻ ബില്ലിയുമായിട്ട് ബ്രേക്കപ്പ് ആകുകയാണെന്ന് പറയും. അന്ന് നൈറ്റ് ഔട്ടിന് പോകുന്നതിന് മുമ്പ് സട്ടൻ ജൊനാഥനോട് പറഞ്ഞ സെയിം കാര്യങ്ങളാണ് ഇപ്പോൾ താൻ കാണുന്നതെന്ന് ജോയലിന് ഉറപ്പാകും. അന്ന് കസാൻഡ്രയും ഇതുപോലെ തന്നെയായിരുന്നു സംസാരിച്ചത്. പക്ഷേ അന്ന് ജോയലിനെ അത് പാസ്റ്റിൽ കസാൻഡ്ര ജൊനാഥനോട് സംസാരിച്ചതാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സട്ടൻ ഈ പറയുന്നത് കേട്ടിട്ട് ജോയലിന് സാം സട്ടനും ബില്ലിയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഓർമ്മ വരും.
അപ്പോൾ ആ വഴക്കിന്റെ റീസൺ ബ്രേക്കപ്പ് ആണെന്ന് ജോയലിന് മനസ്സിലാകും. സട്ടൻ അച്ഛാ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ ജോയലിന് സട്ടൻ ആ ദിവസം കൊല്ലപ്പെട്ടതും അതിന്റെ പേരിൽ ജൊനാഥൻ അവനെ കുറ്റപ്പെടുത്തിയതും ഒക്കെ ഓർമ്മ വരും. ജോയൽ സട്ടനോട് ഇന്ന് നൈറ്റ് ഔട്ടിന് പോകരുതെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വെക്കാൻ നോക്കും. പക്ഷേ അവൾ അതൊന്നും വകവയ്ക്കാതെ സന്തോഷത്തിൽ ബായ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ജോയൽ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റാത്തത് കൊണ്ട് സങ്കടത്തിൽ നിൽക്കും. പിറ്റേ ദിവസം ജോയൽ ബില്ലിയെ കാണാൻ വേണ്ടിയിട്ട് ബില്ലിയുടെ ഓഫീസിലേക്ക് പോകും. ഈ ബില്ലി മാർഗോട്ടിന്റെ മകനാണ്. അവനൊരു കോമിക് ആർട്ടിസ്റ്റും കൂടിയാണ്. ജോയൽ ബില്ലിയോട് പറയും, അന്ന് സട്ടൻ മരിക്കുന്ന ആ ദിവസം നീയും സട്ടനും തമ്മിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വഴക്കുണ്ടായിരുന്നോ? സാം എന്നോട് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് അവൻ കണ്ടു എന്നാണ്. നീ എന്തിനാണ് ആ സാം പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പോകുന്നത്? അവനാണ് സട്ടനെ കൊന്നത്, അത് നീ മറന്നോ? ഞാനും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്, പക്ഷെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അവൻ ഇന്നസെന്റ് ആണെന്ന് തോന്നുന്നു. ബില്ലി പറയും, ആര് പറഞ്ഞു? സാം ഒരിക്കലും ഒരു നല്ല വ്യക്തിയല്ല. നിനക്കറിയില്ലേ ഒരു പെൺകുട്ടിയുടെ അണ്ടർഗാർമെന്റ് അവന്റെ റൂമിൽ നിന്ന് പിടിച്ചത്? ഹീ സിക്ക്. ജോലി ചോദിക്കും, ആ ദിവസം നീയും സട്ടനും തമ്മിൽ ഒരു വഴക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? ബില്ലി പറയും, ആ വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അവൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഹോസ്റ്റലിലായിരിക്കും ഉണ്ടാകുക. അങ്ങനെയാകുമ്പോൾ എനിക്ക് അവളെ മര്യാദയ്ക്കൊന്ന് കാണാൻ പറ്റിയെന്ന് വരില്ല. ആ പേരും പറഞ്ഞാണ് ഞങ്ങൾ വഴക്കിട്ടത്. അന്നേരം ജോയൽ, അപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയില്ലേ എന്ന് ചോദിക്കും. ബില്ലി ഇല്ല എന്ന് പറയും. അത് കേട്ട് ജോയൽ അവിടുന്ന് പോകും. ജോയൽ ഇറങ്ങിയതിന് ശേഷം ബില്ലി ജൊനാഥൻ മരിക്കുന്ന സമയത്ത് വരച്ച അതേ 3 leg ടേബിൾ എന്തൊക്കെയോ അർത്ഥത്തിൽ വരച്ചു വെക്കുന്നുണ്ടാകും. മറുഭാഗത്ത് ആലിസണും സെത്തും കസാൻഡ്രയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഓരോ കൺക്ലൂഷൻസ് ഇങ്ങനെ പറയും. സെത്ത് പറയും, കസാൻഡ്രയാണ് നീലിനെ കൊന്നതെങ്കിൽ അവൾ എന്തിന് ഈ കൊല്ലാൻ ഉപയോഗിച്ച സ്റ്റാറ്റ്യൂ അവളുടെ വീട്ടിൽ സൂക്ഷിക്കണം? ആലിസൺ പറയും, നമ്മൾ ആദ്യം വിചാരിച്ചത് നീലാണ് കസാൻഡ്രയെ കൊന്നിയെന്നാണ്, പക്ഷെ ഇതിപ്പോൾ തിരിച്ചായല്ലോ. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ആരായിരിക്കും കസാൻഡ്രയെ കൊന്നിട്ടുണ്ടാവുക? ചിലപ്പോൾ അവളുടെ വേറെ ഏതെങ്കിലും ബോയ് ഫ്രണ്ട് ആയിരിക്കും അവളെ കൊന്നത്. അടുത്ത സീനിൽ സെത്ത് ജോയലിനോട് പറയും, ആലിസൺ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കോൾ എടുക്കാതെ നിൽക്കരുത്, കാരണം നീലിന്റെ ബോഡി അന്ന് കിട്ടിയത് മുതൽ അവർക്ക് നിന്നെ സംശയമുണ്ട്. ഇതാ നീ ചോദിച്ച ഗൺഷോട്ടിന്റെ റെസിഡ്യൂ റിപ്പോർട്ട്. ഇതിൽ നിന്റെ അച്ഛന്റെ ഫിംഗർ നെയിൽ തന്നെയാണുള്ളത്. ദാറ്റ് മീൻസ് നിന്റെ അച്ഛൻ സ്വയം വെടിവെച്ച് മരിച്ചത് തന്നെയാണ്. അപ്പോൾ ജോയലിനെ അത് വിശ്വസിക്കാൻ താല്പര്യമുണ്ടാകില്ല. എന്നിട്ട് താൻ കഴിഞ്ഞ രാത്രി സെട്ടനെ കണ്ട കാര്യം സെത്തിനോട് പറയും. അപ്പോൾ സെത്ത്, ഓ ഇവന്റെ വട്ടി ഇതുവരെ മാറിയില്ലേ എന്നുള്ള മൈൻഡിലായിരിക്കും. അന്ന് രാത്രി ജോയൽ ജൊനാഥന്റെ ഓഫീസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആരോ ഡോർ ഓപ്പൺ ചെയ്തു വരുന്നത് കാണും. അപ്പോൾ അത് ജൊനാഥന്റെ വേറൊരു പേഷ്യന്റായ ഹാരി ആയിരിക്കും. താൻ വീണ്ടും പാസ്റ്റ് ആണ് കാണുന്നതെന്ന് ജോയലിന് മനസ്സിലാകും. ഹാരി ജോയലിനോട് ജൊനാഥനോട് പാസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പറയും. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു. ജോയൽ അപ്പോൾ എന്ത് കംപ്ലൈന്റ് ആണെന്ന് ചോദിക്കും. അന്നേരം ഹാരി ദേഷ്യത്തിൽ, മതിയാക്ക്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തത്? ഹാരി എന്നിട്ട് ആരെയോ ഉദ്ദേശിച്ചുകൊണ്ട് പറയും, ഇനി ചിലപ്പോൾ ഞാനാണ് കംപ്ലൈന്റ് കൊടുത്തതെന്ന് അയാൾ കണ്ടുപിടിച്ചാലോ? നിങ്ങൾക്കറിയില്ല അയാൾ എത്ര ക്രൂവലാണെന്ന്. ജോയലിന് അവൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന് മനസ്സിലാകില്ല. പിന്നെ നോക്കുമ്പോൾ ഹാരി അവിടെ കാണുകയുമില്ല. ജോയൽ അങ്ങനെ ഓടിപ്പോയിട്ട് ഹാരിയുടെ ഫയൽ എടുത്തു നോക്കും. അതിൽ ഹാരി 11th November 2004 കൊല്ലപ്പെട്ടു എന്ന് കൊടുത്തിട്ടുണ്ടാകും. സംഭവം ഹാരിയുടെ സ്കൂളിലെ ഫുട്ബോൾ കോച്ചും അതുപോലെ പ്രീസ്റ്റുമായ ഫാദർ ഫ്രാങ്ക് ഹാരിയെ സെക്സ്വലി അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൊനാഥൻ എൻകറേജ് ചെയ്തതുകൊണ്ട് ഹാരി ഫ്രാങ്കിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷമാണ് ഹാരി കൊല്ലപ്പെട്ടത്. അപ്പോൾ ഹാരിയുടെ മരണത്തിന് കാരണം ഫ്രാങ്ക് ആണെന്ന് ആ ഫയലിൽ ഉണ്ടാകും. ഹാരിയുടെ മരണശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഫാദർ ഫ്രാങ്ക് ഒരു ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്തു. അതേസമയം ജൊനാഥന്റെ ആത്മാവ് അവിടേക്ക് വരും. ജോയൽ ജൊനാഥനോട്, നിങ്ങളല്ലേ ഹാരിയെ കൊണ്ട് കംപ്ലൈന്റ് ചെയ്യിപ്പിച്ചത്? നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു അവനെ സംരക്ഷിക്കേണ്ടത്. പിന്നെ കസാൻഡ്ര, അവൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് അവളുടെ ബോയ് ഫ്രണ്ട് നീലിനെ കൊന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്തതെന്താ? നീലിന്റെ ബോഡി ഹൈഡ് ചെയ്യാൻ വേണ്ടി കസാൻഡ്രയെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ജൊനാഥൻ, പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചോദിക്കും. നിങ്ങൾ ഈ സംഭവിച്ചതെല്ലാം പോലീസിനോട് പറയണമായിരുന്നു. കസാൻഡ്ര ആ സമയത്ത് ഭയങ്കര ഇമോഷണലി വൾണറബിൾ ആയിരുന്നു. അങ്ങനെയുള്ളപ്പോൾ അവൾ ജയിലിലും കൂടി പോയി കഴിഞ്ഞാൽ അത് അവൾക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമാണ്. അപ്പോൾ ജോയൽ അവിടെ ഹാരിയെ കൊന്ന ഫാദർ ഫ്രാങ്കിന്റെ ഫോട്ടോ പേപ്പറിൽ കാണും. അതിൽ ഫ്രാങ്കിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ജോയലിന്റെ ഉള്ളിൽ താൻ മുമ്പ് കൺസൾട്ട് ചെയ്ത പേഷ്യന്റ് അല്ലേ ഇതെന്ന് ഓർമ്മ വരും. പിറ്റേ ദിവസം ജോയൽ അവൻ വർക്ക് ചെയ്ത ആ ഹോസ്പിറ്റലിലേക്ക് പോകും. ഫ്രാങ്ക് ആ ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്നാണ് ചാടി ആത്മഹത്യ ചെയ്തത്.
ഹോസ്പിറ്റലിൽ എത്തിയ ജോയൽ ഫ്രാങ്ക് മരിച്ച സ്പോട്ട് നോക്കും. എന്നിട്ട് ജോയൽ നേരെ ഫ്രാങ്കിനെ പറ്റി കൂടുതൽ അറിയാൻ ആൽഫി എന്ന് പറയുന്ന ഡോക്ടറിന്റെ അടുത്തേക്ക് പോകും. അന്നേരം ആൽഫി ഫ്രാങ്ക് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എടുത്ത കൺഫഷൻ വീഡിയോ ജോയലിന് കാണിച്ചു കൊടുക്കും. അതിൽ ഫ്രാങ്ക്, എനിക്കറിയാം ഞാൻ വളരെ മോശം ആളാണെന്നുള്ള കാര്യം. ഞാൻ ഒരുപാട് കുട്ടികളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റൊന്നും എനിക്ക് തിരുത്താൻ പറ്റില്ല. അതുപോലെ ഞാൻ ഹാരിയോട് ചെയ്തതിൽ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഞാനല്ല അവനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് അയാൾ ചാടി മരിക്കും. വീഡിയോ കണ്ടതിന് ശേഷം ആൽഫി ജോയലിനോട് പറയും, ഈ ഫ്രാങ്ക് ഒരുപാട് ക്രൈം ചെയ്തതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ ഒരിക്കലും ഒരു കൊലപാതകിയല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് പുറത്തേക്ക് വരുമ്പോൾ ആർലോ ജോയലിനോട്, ഫാദർ ഫ്രാങ്ക് ചാടി മരിച്ച സ്ഥലത്ത് ഇപ്പോഴും ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടോ എന്ന് ചോദിക്കും. എന്റെ വരവിന്റെ ഉദ്ദേശം നിനക്കെങ്ങനെ മനസ്സിലായി? ആർലോ പറയും, നീ താഴെ നിന്ന് അയാൾ മരിച്ച സ്ഥലത്ത് നോക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ പിന്നെ നിന്റെ അച്ഛൻ മരിച്ചു അല്ലേ? എന്നിട്ട് ആർലോ എന്തൊക്കെയോ അർത്ഥത്തിൽ ജോയലിനോട്, അച്ഛന്മാർ ഓരോന്നും ചെയ്തു വെച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കായിരിക്കും അതിന്റെ പാപം കിട്ടുക എന്ന് പറയും. അപ്പോൾ ജോയൽ ദേഷ്യത്തിൽ നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേന്ന് പറഞ്ഞ് ആർലോയെ അടിക്കാൻ നോക്കും. അന്നേരം ആർലോ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ഉദ്ദേശിച്ചുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി നിനക്കുള്ള പണിഷ്മെന്റ് തരുമെന്ന് പറയും. മറുഭാഗത്ത് സെത്ത് ജെന്നിയോട് പറയും, ജോയലിന് ഇപ്പോഴും സട്ടൻ നമ്മളെ വിട്ടുപോയെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അവൻ ഇപ്പോഴും സട്ടന്റെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണ്. സട്ടൻ എന്റെയും കൂടെ സിസ്റ്ററാണ്. അവളുടെ മരണം അവനെ മാത്രമല്ല എന്നെയും നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സെത്ത്, ആ എനിക്കറിയാം, പക്ഷേ എന്തൊക്കെയായാലും സട്ടൻ മരിച്ചത് ആദ്യം കണ്ടത് ജോയൽ ആണല്ലോ, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ആ സീൻ അവിടെ കട്ടാകും. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന ജോയൽ കാണുന്നത് മാർഗോട്ടിനെയാണ്. ജോയൽ മാർഗോട്ടിനോട് താൻ ഇന്ന് ബില്ലിയെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയും. അപ്പോൾ മാർഗോട്ട്, നിങ്ങൾ എന്നിട്ട് എന്തൊക്കെയാ സംസാരിച്ചതെന്ന് ചോദിക്കും. ഞങ്ങൾ സട്ടന്റെ മരണത്തെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജെന്ന പറയും, അതൊക്കെ കഴിഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാ ഇപ്പോഴും അത് തന്നെ സംസാരിക്കുന്നത്? എങ്ങനെ സംസാരിക്കാതിരിക്കും? കാരണം സട്ടൻ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി സട്ടനെ കണ്ടത് ബില്ലിയാണ്. അപ്പോൾ മാർഗോട്ട് ജോയലിനോട്, യു നീഡ് ടു മൂവ് ഓൺ. നിന്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവും ഇത് മാത്രമേ പറയുകയുള്ളൂ. ഓ അങ്ങനെയാണോ? എൻ്റെ അച്ഛൻ എവിടെ എന്ത് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ പറ. അച്ഛൻ്റെ സൂയിസൈഡ് നോട്ടിലുള്ള ചിത്രം അതെന്താ ഉദ്ദേശിക്കുന്നത്? അത് കേട്ട മാർഗോട്ട്, നിനക്കെന്താ ഞാൻ എന്തെങ്കിലും ഒളിപ്പിക്കുന്നതായിട്ട് സംശയമുണ്ടോ എന്ന് ചോദിക്കും. ഹാരി അതുപോലെ കെസാൻഡ്ര ഇവരുടെ മരണമൊന്നും നിങ്ങൾ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ മാർഗോട്ട്, അത് വേറൊന്നും കൊണ്ടല്ല, അവരൊക്കെ നിന്റെ അച്ഛൻ്റെ പേഷ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു പേഷ്യൻസിന്റെയും പേഴ്സണൽ ഡീറ്റെയിൽസ് ആരോടും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. ജോയൽ പറയും, ഫാദർ ഫ്രാങ്ക് ഹാരിയെ കൊന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹാരിയെ കൊന്നത് മറ്റാരോ ആണ്. ആ ആള് തന്നെ ആയിരിക്കണം കസാൻഡ്രയുടെ മരണത്തിനും കാരണവും. എന്നാൽ ജോയൽ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാർഗോട്ട് ജെന്നയോട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങും. മാർഗോട്ട് ഇറങ്ങിയതിനു ശേഷം ജെന്ന ജോയലിനോട് ചോദിക്കും, നീ എന്തിനാ അച്ഛന്റെ മരിച്ചു പോയ പേഷ്യൻസിനെ പറ്റി ഓരോന്നും ചോദിക്കാൻ നിൽക്കുന്നേ? സത്യം പറ, നിനക്കിതെന്താ പറ്റിയത്? അങ്ങനെ ജോയൽ ജെന്നയോട് മരിച്ച ആൾക്കാരെ നേരിട്ട് കണ്ടതൊക്കെ വിവരിക്കും. ജെന്ന പറയും, നിന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ഒരാളാ, എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഇതൊന്നും കാണുന്നില്ല? അപ്പോൾ ജോയൽ, എനിക്കറിയില്ല, പക്ഷേ അച്ഛൻ മരിച്ച സമയത്ത് ബില്ലി ഇവിടെ ഉണ്ടായിരുന്നില്ല, അതെനിക്ക് ഉറപ്പാണ്. ബില്ലി തന്നെ ആയിരിക്കണം ഇതിന്റെയൊക്കെ പിന്നിൽ. പാസ്റ്റില് സട്ടനോട് സംസാരിച്ച സമയത്ത് അവൾ എന്നോട് പറഞ്ഞത് അവൾ ബില്ലിയുമായിട്ട് ബ്രേക്കപ്പ് ആകാൻ പോകുകയാണെന്നാണ്. എന്നാൽ ബില്ലി എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം ആ ദിവസം അവർക്കിടയിൽ ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നാണ്. എനിക്കെന്തോ ബില്ലി പറഞ്ഞ വാക്കുകളിൽ അത്ര വിശ്വാസം പോരാ. ആ സമയം ആരോ ഡോർബെല്ല് റിങ് ചെയ്യും. അപ്പോൾ അത് ഏഡൻ ആയിരിക്കും. ഏഡന്റെ മുഖത്തൊക്കെ ആരോ അടിച്ച പാടുകൾ ഉണ്ടായിരിക്കും. അത് കണ്ട ജോയൽ ഏഡനോട് എന്താ പറ്റിയതെന്ന് ചോദിക്കും. അപ്പോൾ ഏഡൻ തന്നെ മുമ്പ് ബുള്ളിങ് ചെയ്ത കുട്ടികളാണ് ഇതിന്റെ പിന്നിലെന്ന് പറയും. അപ്പോൾ ജോയൽ, നീ എന്താ നിന്റെ വീട്ടിൽ പോകുന്നതിന് പകരം ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കും. അന്നേരം ഏഡൻ പറയും, അമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് മതി അമ്മക്ക് സങ്കടപ്പെടാൻ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ജെന്ന ഏഡനോട്, നിന്റെ അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ടാകും, പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ നോക്കെന്ന് പറയും. അങ്ങനെ ഏഡൻ അവിടുന്ന് പോകും. ജെന്ന ജോയലിനോട്, വാ നമ്മൾക്ക് അച്ഛന്റെ ഓഫീസിലേക്ക് പോകാം, എനിക്കും അച്ഛനോടും സട്ടനോടും സംസാരിക്കണമെന്ന് പറയും. ഓഫീസിലെത്തിയ ജെന്ന സട്ടനെയും ജൊനാഥനെയും മാറി മാറി വിളിക്കും. എന്നാൽ അവൾക്ക് ആരെയും കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അവരെ കാണാനും സംസാരിക്കാനും എനിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ്.
കാരണം നിന്നെപ്പോലെ സെത്തും ഈ കാര്യം ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. എന്ത്? നീ എന്നോട് പറയുന്നതിന് മുമ്പ് സെത്തിനോട് ഈ കാര്യം വിളമ്പിയോ? എനിക്ക് വേറൊരു വഴിയും ഇല്ലായിരുന്നു. അന്ന് നീലിന്റെ ബോഡി കണ്ടുപിടിച്ച ആ സമയത്ത് സെത്ത് എന്നോട് സത്യം തുറന്നു പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാതെ വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ആ ബെസ്റ്റ്, സെത്തിന്റെ വിചാരം നിനക്കെന്തോ തലക്ക് പ്രാന്താണെന്നാണ്. ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ജെന്ന അവിടുന്ന് പോകും. ജെന്ന പോയതിനു ശേഷം ഒരു ലോറ എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരും. എന്നിട്ട് ജോയലിനോട് നിങ്ങളല്ലേ ഡോക്ടർ ജൊനാഥൻ എന്ന് ചോദിക്കും. അപ്പോൾ ജോയൽ അതെ ഇരിക്കൂ എന്ന് പറയും. ലോറ പറയും ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആണ്. ഞാൻ ഇവിടെ വന്നത് എന്റെ മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു പേഷ്യന്റ് ആയിട്ടല്ല. മറുഭാഗത്ത് ജെന്ന സട്ടന്റെ ഗ്രേവ് സ്റ്റോണിന്റെ അടുത്ത് എന്തൊക്കെയോ ഉള്ളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ ലോറ അവളുടെ നെയിം ലോറയാണെന്നും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും ജോയൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ലോറയുടെ ഫയൽ തിരയാൻ പോകും. ആ സമയം കഴിഞ്ഞ ദിവസം ജോയൽ സട്ടന്റെ കയ്യിൽ കണ്ട ആ ബുക്ക് അവിടെ കാണും. അപ്പോൾ അതിൽ ജൊനാഥൻ മരിക്കുന്നതിന് മുമ്പായിട്ട് സൂയിസൈഡ് നോട്ടിൽ എഴുതിയ 3 ലെഗ് ടേബിളും പിന്നെ അതുകൂടാതെ സട്ടന്റെ ഡ്രോയിങ്സും ഉണ്ടാകും. എന്നിട്ട് ജോയൽ ആ ബുക്ക് എടുത്ത് നേരെ ബില്ലിയുടെ അടുത്ത് പോയിട്ട് ഇത് നീയാണ് വരച്ചതെന്ന് എനിക്കറിയാം. മുമ്പ് നീ എന്റെയും ജെന്നയുടെയും ഒക്കെ പിക്ചേഴ്സ് ഇതുപോലെ വരക്കാറുണ്ട്. ഇനി പറ, ഈ ടേബിളിന്റെ മീനിങ് എന്താ? ഇതൊരു ഡോൾമാൻ ആണ്. പണ്ടത്തെ ആളുകൾ ഈ ഡോൾമാനെ മരിച്ചവരൊക്കെ വേറെ ലോകത്ത് പോകില്ലേ, അതിനുള്ള ഒരു മീഡിയം ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ആ സമയം എനിക്ക് മിത്തോളജിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ സട്ടനും ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇഷ്ടമായിരുന്നു. അന്നേരം ജോയൽ അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ സൂയിസൈഡ് നോട്ടിൽ ഈ ഡോൾമാൻ എങ്ങനെയാ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ ബില്ലി എനിക്കറിയില്ല, മേ ബി ഞാൻ കൊടുത്ത ഈ ബുക്ക് അവളുടെ അച്ഛന് കാണിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ജോയൽ പറയും സട്ടൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 2 പേരും ബ്രേക്കപ്പിന്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു വഴക്കിട്ടത്. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി അന്ന് നിന്നോട് ചോദിച്ച സമയത്ത് നീ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അത് വേറൊന്നും കൊണ്ടല്ല, സട്ടൻ മരിച്ച ദിവസം ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു എന്ന് പോലീസുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനാണ് സട്ടന്റെ മരണത്തിന് പിന്നിലെന്ന് അവർ സംശയിക്കുമോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആരോടും ഈ കാര്യം പറയാതിരുന്നത്. സട്ടൻ അവളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കുമെന്ന ഹിന്റ് അവൾ മുമ്പേ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവൾ എന്നെ വിട്ടിട്ട് പോകാതിരിക്കാനും അവളുടെ മൈൻഡ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ ഡ്രോയിങ് ഉള്ള ഈ ബുക്ക് അവൾക്ക് കൊടുത്തത്. പക്ഷേ ഇതൊന്നും അവൾ അത്ര കാര്യമാക്കി എടുത്തില്ല. ഞാനുമായിട്ട് ബ്രേക്കപ്പ് വേണമെന്ന മൈൻഡിൽ തന്നെയായിരുന്നു അവൾ. അതിന്റെ പ്രതികാരം എന്നോണം എനിക്ക് അവളെ ഹേർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളുടെ മുമ്പിൽ വെച്ച് പാർട്ടിക്കിടയിൽ ഒരു പെൺകുട്ടിയെ കിസ് ചെയ്തു. അപ്പോൾ ജോയൽ അതേതായിരുന്നു ആ പെൺകുട്ടി എന്ന് ചോദിക്കും. അന്നേരം ബില്ലി അത് ജെന്നയായിരുന്നു എന്ന് പറയും. മറുഭാഗത്ത് ജെന്ന ഒരു ഫേക്ക് ഡോൾമാൻ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ അടുത്തായി കാൻഡിൽസ് കത്തിച്ചിട്ട് സട്ടന്റെ ആത്മാവിനെ വിളിക്കുന്നുണ്ടാകും. അതേസമയം പാസ്റ്റിൽ ജെന്നയുടെ കൈ മുഴുവനും സട്ടന്റെ ചോര പുരണ്ടത് കാണിക്കും. ഇവിടെ വെച്ച് എപ്പിസോഡ് 3 കഴിയും. നാളെ എപ്പിസോഡ് 4 and 5 ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഓക്കെ, ബൈ.